ഉദയനിധി സ്റ്റാലിനെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡെപ്യൂട്ടി CM ആക്കിക്കൊണ്ടുള്ള ഒരു നിർണായക നീക്കം അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ചെപ്പോക്കിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ഉദയനിധി സ്റ്റാലിൻ, അതുപോലെ തന്നെ കുളത്തൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് MK സ്റ്റാലിൻ. അപ്പോൾ ഇരുവരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു തലമുറ മാറ്റം DMK-യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വിജയ് ഈ ഒരു മധുരൈ ഈസ്റ്റിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴും വിജയ് തൊട്ടടുത്തുള്ള ഓരോ നിയമസഭാ സീറ്റും എണ്ണി പറഞ്ഞുകൊണ്ട് താൻ മധുരൈ ഈസ്റ്റിൽ വിജയ് എന്ന് പറയുന്ന ഞാൻ മത്സരിക്കും, അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞാനാണ് മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ 234 മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ ആകെയുള്ളത്. അപ്പോൾ ഈ 234 മണ്ഡലങ്ങളിലും വിജയ് തന്നെയാണ് മത്സരിക്കുന്നത് എന്നൊരു പ്രതീതി ഇവിടെ ഉണ്ടാക്കാൻ വിജയ് ശ്രമിക്കുന്നുണ്ട്. കാരണം മധുരൈ എന്ന് പറയുന്നത് ഈ കാസ്റ്റ് വോട്ടിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ SC/ST അട്രോസിറ്റി കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് മധുരയാണ്. അപ്പോൾ മധുരയിൽ വിജയ് എങ്ങനെയാണ് നിലനിൽക്കുക, അതിനെ അടിസ്ഥാനത്തിലാകും TVK-യുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 30% മുക്കുളത്തൂർ വോട്ടാണ്, അതുപോലെ തന്നെ യാദവ വോട്ടുകളുണ്ട്, അതുപോലെ തന്നെ മുതലിയാർ വോട്ടുകളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള വോട്ട് ബാങ്കുകളുണ്ട്. അവിടെ സൗരാഷ്ട്രീയ വോട്ടുകൾക്ക് മാത്രമാണ് BJP-ക്ക് ഒരു ഇതുള്ളത്. BJP-ക്ക് ഒരു ഉറപ്പുള്ളത് ഈ സൗരാഷ്ട്ര വോട്ടുകൾക്ക് മാത്രമാണ്. പക്ഷേ DMK-യുടെ കയ്യിലിരിക്കുന്ന ഈ ബാക്കി വോട്ട് ബാങ്കുകൾ അടർത്തിയെടുക്കുക എന്നത് വിജയെ സംബന്ധിച്ച് നിസ്സാര കാര്യമല്ല.